അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? അപ്പോൾ ഇന്നിതാ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ബറാത്തിന് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുമല്ലോ, എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓരോരുത്തർ ഉണ്ടാക്കിയത് കമൻസിൽ അറിയിക്കണം. ഞാനിവിടെ ഉണ്ടാക്കിയത് അരിയിലപ്പം, കുഴിയപ്പം, പിന്നെ ഒരു കേക്ക് കിട്ടാം, വെട്ട് കേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം നമ്മൾ കുഴിയപ്പത്തിൻ്റെ ചേരുവയാണ് കാണിക്കുന്നത്. ഉള്ളി കളയാനുള്ള നേരമൊന്നും കിട്ടിയില്ല. അത് കാരണം ചെറിയുള്ളി, നല്ല ജീരകം, പിന്നെ റവ, മൈദ, അരിപ്പൊടി, തേങ്ങ ഒതുക്കിയത് ഒക്കെ കൂടിയിട്ട് കുഴച്ച്, പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചതാണ്. നല്ല ചൂട്ടോട് കൂടിയിട്ട് വേണം അതിൽ ചേർക്കാൻ. വെള്ളം തീരെ ചേർക്കരുത്. ശർക്കരയുടെ ഇത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ തേങ്ങ കൊത്തിടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് അത് കാട്ടിയത്. അത് നെയ്യിൽ വറുത്തിട്ട് വേണം അതിൽ ചേർക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ കുഴിയപ്പ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോന്ന് വീത്തി തുടങ്ങി. ഫസ്റ്റ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നിറം കളറ് കൂടിയുണ്ട്. അതേൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അടുത്ത വീഡിയോയിലേക്ക് പോകാം നമുക്കിനി. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അരിയിലപ്പമാണ്. അരിപ്പൊടി, തേങ്ങ, നല്ല ജീരകവും ചെറിയുള്ളിയും കൂടി ഒതുക്കിയത്, ആവശ്യത്തിന് ഉപ്പ്, അതും ഈ പറഞ്ഞ പോലെ തന്നെ ശർക്കര ഉരുക്കിയത് ചൂട്ട് കൊടുക്കുക, നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അത് ഇങ്ങോട്ടാണ് കേട്ടോ വാട്ടുന്നത്. അങ്ങനെ അത് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ എനിക്ക് സ്കൂളിലേക്ക് മക്കളെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു സൈൻ ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയാണ് അത് കുഴച്ചതും ഇതാക്കിയതൊക്കെ. അപ്പോൾ അങ്ങനെ അരിയിലപ്പം റെഡി ആയിട്ടുണ്ട്. ചട്ടിയൊക്കെ വെച്ച് അങ്ങനെ അത് സെറ്റായി. മാഷാ അല്ലാഹ്, അങ്ങനെ ഉണ്ണിയപ്പമായി, അരിയിലപ്പമായി. അത് നല്ല രസമായിട്ട് കേട്ടോ. കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയുള്ളത് പറയണം. അപ്പോൾ അടുത്തത് ഇവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ, വെട്ട് കേക്ക് എന്ന് പറയും കേട്ടോ. അത് ഉമ്മയാണ് സാധാരണ ഉണ്ടാക്കൽ ഇവിടെ. അപ്പോൾ മൈദ, താറാമുട്ട, മഞ്ഞ കളറ്, പിന്നെ കേക്കിൻ്റെ എസൻസ്, അത് ഒഴിച്ചത് കുഴച്ച് വയ്ക്കുക. ഒരു മണിക്കൂറൊക്കെ കുഴച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് ഉരുളൊട്ടി വെച്ചിട്ട് നമ്മൾ ചീനച്ചട്ടി കത്തിച്ച് എണ്ണ ചൂടായപ്പോൾ നമ്മൾ അരിയിലപ്പം ചുട്ട് ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ കാര്യം ഇവിടെ ശരിയായിട്ടുണ്ട്. പറഞ്ഞ പോലെ ആദ്യത്തതൊക്കെ ഒന്ന് കളറ് പോയിട്ടുണ്ട്, പിന്നെ അത് രസമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ നല്ലത് മാത്രം എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും കളർ വ്യത്യാസങ്ങൾ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.